Hi friends, make my recipes like and എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയത്തുമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് ആണ്. നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കസ്കസ് നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇത് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗർ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുമ്പോൾ അത്യാവശ്യം ജ്യൂസിന് നല്ല മധുരം ഉണ്ടായിരുന്നു. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ നേരത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഷുഗർ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷുഗർ പയ്യെ മെൽറ്റായി തുടങ്ങും. പയ്യെ കളർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ മാത്രം നമ്മൾ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റായി കഴിഞ്ഞ് പയ്യെ കളറ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് പാലാണ്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് പാൽ വരെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പാലാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാൽ ഡയറക്റ്റ് ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം പെട്ടെന്ന് തന്നെ ഇതങ്ങ് കട്ട പിടിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് ചൂടായിട്ടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തൈരിൻ്റെ എമൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. അപ്പോൾ പാലിൻ്റെ എമൗണ്ട് അതിനനുസരിച്ച് കുറച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഒരാൾക്ക് കുടിക്കാനുള്ള ഒരു എമൗണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു കാരമൽ മിൽക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നല്ല തണുപ്പിന് വേണ്ടിയിട്ട് 2-3 ഐസ് ക്യൂബും കൂടെയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഐസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് തൈര് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അപ്പോൾ നമ്മുടെ ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നല്ല കട്ടയായിട്ടുള്ള തൈരും എടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂടുള്ള സമയത്തൊക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്